പുതിയ മേഖലാ പ്രഭാരിമാരെയും മേഖലാ സംഘടനാ സെക്രട്ടറിമാരെയും നിശ്ചയിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പുതിയ ചുമതലകൾ പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി വീണ എം.എസ്. ചേരുന്നുണ്ട്. വീണ, എങ്ങനെയൊക്കെയാണ് പുതിയ തീരുമാനം? വിവരങ്ങൾ. ആര്യശ്രീ, 14 ജില്ലകൾക്ക് 11 പുതിയ ഭാരവാഹികളെയാണ് സംസ്ഥാന അധ്യക്ഷനും എം.എൽ.എയുമായ രാജീവ് ചന്ദ്രശേഖർ നിയമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും മികച്ച സംഘടനാ പ്രവർത്തനം കാഴ്ചവെച്ച നേതാക്കന്മാർ തന്നെയാണ്. ഈ പ്രധാന ചുമതലകൾ, അതായത് പ്രത്യേകിച്ച് മേഖലാ പ്രഭാരിയായി തിരഞ്ഞെടുത്ത നേതാക്കന്മാർക്ക്, അത് അറിയപ്പെടുന്ന നേതാക്കന്മാരാണ്, മുതിർന്ന നേതാക്കളാണ്. ഒപ്പം തന്നെ അവർക്ക് നിലവിൽ മറ്റു ചുമതലകളുണ്ട്. ആ ചുമതലയ്ക്കൊപ്പം തന്നെയാണ് അവരുടെ സംഘടനാ പ്രവർത്തനത്തിലെ മികവ് പരിഗണിച്ച് തന്നെയാണ് നിലവിൽ പുതിയ ചുമതല നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകൾക്കാണ് പുതിയ ഭാരവാഹികൾ എത്തുന്നത്. ഇതോടുകൂടി സംഘടനാ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം കൊല്ലം ജില്ലയ്ക്ക് കെ സോമൻ, അദ്ദേഹം നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിനാണ് മേഖലാ പ്രഭാരി ചുമതലയുള്ളത്. ഒപ്പം മേഖലാ സംഘടനാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ജി കാശിനാഥിനെയാണ്. ആലപ്പുഴ പത്തനംതിട്ട ജില്ലയുടെ മേഖലാ സംഘടനാ സെക്രട്ടറി എന്ന ചുമതല കൂടി ജി കാശിനാഥിനുണ്ട്. ഈ ജില്ലകളിൽ, ഈ ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിൽ അനൂപ് ആന്റണി ജോസഫിനാണ്, ഇദ്ദേഹം നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനാണ് മേഖലാ പ്രഭാരി ചുമതല നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 2 ജില്ലകൾ കഴിഞ്ഞാൽ അടുത്തത് 3 ജില്ലകളുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ മേഖലാ പ്രഭാരിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഷോൺ ജോർജിനെയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതാണ്. ഒപ്പം തന്നെ ബി.ജെ.പിയുടെ വോട്ട് വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് പുതിയൊരു ചുമതല കൂടി നൽകിയിരിക്കുന്നത്. ഈ ജില്ലയിൽ മേഖലാ സംഘടനാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അജി ഘോഷിനെയാണ്. ഇദ്ദേഹവും മികച്ച പ്രവർത്തനം തന്നെയാണ് കഴിഞ്ഞ കാലയളവിൽ പ്രവർത്തിച്ചിട്ടുള്ളതും കാഴ്ചവെച്ചിട്ടുള്ളതും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ചുമതല നൽകിയിരിക്കുന്നത്. തൃശൂർ, പാലക്കാട് ജില്ലയിൽ മേഖലാ പ്രഭാരിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിനെയാണ്. അവിടെ മേഖലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കെ.വി. സുരേഷ് ബാബുവിനെയാണ്. ഒപ്പം തന്നെ കോഴിക്കോട്, മലപ്പുറം ജില്ലയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ വി ഉണ്ണികൃഷ്ണൻ മാസ്കാണ് മേഖലാ പ്രഭാരിയായി ചുമതല നൽകിയിരിക്കുന്നത്. മേഖലാ സംഘടനാ സെക്രട്ടറിയെ ചുമതല നൽകിയിരിക്കുന്നത് കെ.പി. സുരേഷിനാണ്. അതുപോലെ തന്നെ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഈ 3 ജില്ലകളുടെയും മേഖലാ പ്രഭാരിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സംസ്ഥാന സെൽ കോർഡിനേറ്ററായ അഡ്വക്കേറ്റ് വി.കെ. സജീവനെയാണ്. ഈ 3 ജില്ലകളുടെ മേഖലാ സംഘടനാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എ.വി. ഷിജുവിനെയാണ്. ഇത്തരത്തിൽ പുതിയ ഭാരവാഹികൾ എത്തുമ്പോൾ സംഘടനാ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ കാലത്തെ ഈ 11 നേതാക്കളുടെ പ്രവർത്തനം കൂടി പരിഗണിച്ചുകൊണ്ട് പുതിയ നേതാക്കൾക്ക് ചുമതല നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും കാര്യക്ഷമമായി തന്നെ ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ അടിത്തട്ട് മുതൽ കൂടുതൽ ഊർജിതമായി നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അഴിച്ചുപണി തന്നെയാണ് നിലവിൽ നടന്നിരിക്കുന്നത്. ആര്യശ്രീ, പുതിയ മേഖലാ പ്രഭാരിമാരെയും മേഖലാ സംഘടനാ സെക്രട്ടറിമാരെയും നിശ്ചയിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പുതിയ ചുമതലകൾ പ്രഖ്യാപിച്ചത്. വീണ എം.എസ്. ആണ് തിരുവനന്തപുരത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്.